ആറ്റിങ്ങൽ മണ്ഡലം ഇത്തവണ തിരിച്ചുപിടിക്കുമെന്ന് LDF സ്ഥാനാർത്ഥി വി ജോയ്. പണമൊഴുക്കിയും വ്യാജ ഇരട്ട വോട്ട് ആരോപണം ഉന്നയിച്ചും UDF NDA സ്ഥാനാർത്ഥികൾ നടത്തിയ പ്രചാരണം മണ്ഡലത്തിലെ വോട്ടർമാർ തള്ളിക്കളഞ്ഞെന്നും വി ജോയ് കൈരളി ന്യൂസിനോട് പറഞ്ഞു. വോട്ടിംഗ് ശതമാനം കുറഞ്ഞത് ഇത്തവണ LDFന് അനുകൂലമാകും. മണ്ഡലത്തിലെ UDF വോട്ടുകളിൽ വലിയ കുറവുണ്ടായി. അടൂർ പ്രകാശിന്റെ പ്രവർത്തനം പൂർണ്ണമായും ജനങ്ങൾ വിലയിരുത്തിയിട്ടുണ്ട്. കഴിഞ്ഞ തവണ വിജയിച്ച ശേഷം MPയെ മണ്ഡലത്തിൽ ആരും കണ്ടിട്ടില്ല. അടൂർ പ്രകാശിനെതിരായ ജനങ്ങളുടെ വികാരം LDFന് അനുകൂലമായെന്നും വി ജോയ് കൈരളി ന്യൂസിനോട് പറഞ്ഞു. പ്രതിപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ മാക്സിമം വോട്ട് ഞങ്ങൾ പോൾ ചെയ്യിപ്പിച്ചിട്ടുണ്ട്. അതിനൊരു മെഷീനറി തന്നെ ഞങ്ങൾ വർക്ക് ചെയ്യിപ്പിച്ച് ഒരു പ്രവർത്തനം നടത്തിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് സ്വാഭാവികമായിട്ട് ഞങ്ങളുടെ വോട്ട് വരാതിരുന്ന ഒരു സാഹചര്യം ഇല്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് നല്ലൊരു വിജയം പ്രതീക്ഷിക്കാമെന്നുള്ള നിലയിൽ തന്നെയാണ് ഞങ്ങൾ നിൽക്കുന്നത്. ഇപ്രാവശ്യം കുറച്ച് വോട്ട് BJP പർച്ചേസ് ചെയ്തതായിട്ടാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ എന്തായിരുന്നാലും ഈ വോട്ടിൻ്റെ കുറവ് അവരെ ആയിരിക്കും ഏറ്റവും കൂടുതൽ ബാധിക്കുക എന്നുള്ളതാണ് ഞങ്ങളിപ്പോൾ മനസ്സിലാക്കുന്നത്. മണ്ഡലത്തിൽ വ്യാപകമായി UDF NDA സ്ഥാനാർത്ഥികൾ പണം നൽകി വോട്ടർമാരെ സ്വാധീനിക്കാൻ ശ്രമിച്ചു. അടൂർ പ്രകാശിന്റെ ഇരട്ട വോട്ട് ആരോപണം തോൽവി മുന്നിൽ കണ്ടായിരുന്നുവെന്നും ജോയ് വ്യക്തമാക്കി. ഒരു വലിയ വിഭാഗം UDF വോട്ടുകൾ BJPക്ക് മറച്ചുവെന്നും വി ജോയ് ആരോപിച്ചു. പോളിംഗ് ശതമാനം കുറഞ്ഞതും ജനവികാരം എതിരായതും തിരിച്ചടിയാകുമെന്നാണ് അടൂർ പ്രകാശിന്റെ കണക്കുകൂട്ടൽ. കഴിഞ്ഞ തവണ ശോഭാ സുരേന്ദ്രന് ലഭിച്ച വോട്ടുകൾ ഇത്തവണ മുരളീധരൻ ലഭിക്കില്ലെന്നാണ് BJP നേതാക്കൾ നൽകുന്ന സൂചന. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.